അത് വീട്ടിൽ അടുക്കളയൊന്നുമില്ലേ? വീട്ടിൽ അടുക്കളയുണ്ട്. അവിടെ ഒന്നും വേവിക്കാറില്ലേ? മോളിപ്പോ ഒന്നും ചെയ്യാറില്ലേ. മോള് ആൾക്കൂടി വെക്കും. ഒരു സാമ്പാർ, ഒരു രസം, ഒരു സാമ്പാർ, ഒരു രസം. ഇപ്പൊ രസവും ഇല്ല, ഒന്നുമില്ല സാറേ, ഒരു രസവും ഇല്ല. അടുക്കളയിലാകുമ്പോ നല്ല കോളായിരുന്നല്ലേ? ആ ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം നെയ്ച്ചോറ്, ഒരു ദിവസം ഇറച്ചിച്ചോറ്, ഒരു ദിവസം മുട്ട, ഇതൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നേ. ഒരു കാര്യം ചെയ്യേ, അപ്പൊ അടയ്ക്കാനായിട്ട് പൊന്നുതമ്പുരാനോട് പ്രാർത്ഥിക്കും. അതെ, അപ്പൊ കിട്ടുമല്ലേ? അടച്ചിട്ടാലേ കിട്ടുള്ളൂ. ഇതെല്ലാം തുറന്ന് പ്രവർത്തിച്ചോണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. കിട്ടൂല. അതിന് ഇപ്പൊ കഴിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം സാറേ, മറ്റേ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ നടക്കും. പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ നടക്കും. നടക്കോ? ആ മാസ്ക് എങ്ങനെ വെച്ചോ, ഇങ്ങനെ മൂക്കിൽ വെക്കാനാണത്, താടിയിൽ വെക്കാനല്ല. മോളെ എനിക്ക് അങ്ങോട്ട് വെച്ചാലേ എനിക്ക് ശ്വാസം മുട്ടും. ബെസ്റ്റ്. ചെല്ല് ചെല്ലെന്നാ പോട്ടെ. മതി. അഞ്ചാറ് നടക്കും. ഇതെന്തെല്ലാം തരം മനുഷ്യരാണ് സാറേ. ആൾക്കാർക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ സൗജന്യം കിട്ടാതെ വരുമ്പോ ഇത് തന്നെ. ഇപ്പൊ വേറെ കാര്യമുണ്ട്, ഇത് അടച്ചിട്ടിരുന്നത് നമുക്ക് സുഖമായിരുന്നില്ലേ? ശരിയാ. മാസത്തിൽ 15 ദിവസം ജോലി ചെയ്താൽ കൂടുതൽ ശമ്പളം കിട്ടുമായിരുന്നല്ലോ. നമുക്കും അത് കിട്ടാതിരുന്നപ്പോ ഒരു വിമിഷ്ടം ഇല്ലേ? ഉണ്ട്. അതാ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവരും കൂടെ ഇത് അടച്ചിടാനായിട്ട്. പുള്ളി പറഞ്ഞ സത്യമായിട്ട് ഇത് വെച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അത് മേഡം ഒന്ന് താത്തു വെക്കുക, ആരെങ്കിലും വരുമ്പോ വെച്ചാ പോരെ. എന്റെ പൊന്നെ, ഇവിടെ 50,000 ഉറുപ്പ്യ കൊടുക്കണ്ട് എന്ന് പറഞ്ഞല്ലോ. 50,000 ഉറുപ്പ്യ കൊടുക്കണ്ട് പറഞ്ഞ്. മാസ്ക് വെക്ക്, മാസ്ക് വെക്കാദ്യം. സാറേ, മാസ്ക് വെച്ച് ഞാൻ ഇടങ്ങറാവും. എനിക്ക് വലിവിൻ്റെ അസുഖമുണ്ടേ. എത്ര ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളുടെ ഈ ഓഫീസിൽ കോണിപ്പടി അവിടെ നിന്ന് കയറി വന്നപ്പോ നിൽക്കാൻ പറ്റണില്ലേക്ക് ശ്വാസം മുട്ടിയിട്ട്. ആ കാരണമാണ്. മാസ്ക് കയ്യിലുണ്ടല്ലോ. ഞാൻ അവിടെ നിന്നൊക്കെ വെച്ചിട്ട് വന്നാണ്. ശ്വാസം മുട്ടിയപ്പോ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ വെച്ചിട്ട് തന്നെ പോണം. ശ്വാസം മുട്ടിന് വെക്കണ്ട, ശ്വാസം മുട്ടിന് വെക്കണ്ട സാറേ. 50,000 ഉറുപ്പ്യ കൊടുക്കണ്ട് പറഞ്ഞു ഇവിടെ. ആര് പറഞ്ഞാണ്? പ്യാരിയേ. ഇത് പൈസ കൊടുക്കണ സ്ഥലമൊന്നുമല്ല, പൈസ ഒക്കെ കിട്ടണത് ബാങ്കിൽ നിന്നാണ്. ഇവിടുന്ന് വേണേ വല്ല സർട്ടിഫിക്കറ്റും തരാം. വില്ലേജ് ഓഫീസാണ്. ഇവിടെ കോവിഡ് വന്ന് മരിച്ച ആൾക്കാർക്ക് 50,000 ഉറുപ്പ്യ കൊടുക്കണ്ടോ നിങ്ങള്? ഓ സാറേ, സർക്കാരിന്റെ എക്സ്ഗ്രേഷ്യ അപേക്ഷിക്കാൻ. ഗ്രേസിയാണോ ലില്ലാണോ എന്നൊക്കെ അറിയില്ല. ഇവിടെ കൊടുക്കണ്ട് പറഞ്ഞു. അതെ, അതങ്ങനെ ഉണ്ട്. പക്ഷെ അത് വെറുതെ അങ്ങോട്ട് തരല്ല, അതിനെ അപേക്ഷിക്കണം. അത് ഞാൻ പറയുന്ന രേഖകളൊക്കെ വേണം. കൊറേയൊക്കെ ഞാൻ കൊണ്ടുവന്നേക്കണം. ഒരു കുറച്ച് സമയം ഉണ്ടാകുന്ന ശ്വാസം ശരിയാക്ക്. അപ്പൊ അത് നോക്കട്ടെ. അവിടെ മരിച്ച ദിവസം, മരിച്ച സ്ഥലം, മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല, മരണം സ്ഥിരീകരിച്ച ആശുപത്രി, മരണം റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്ത്, പിന്നെ അപേക്ഷകന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നാൽ അത് പരിശോധിച്ചിട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് കൊടുക്കും. അവര് പരിശോധിച്ചിട്ട് അവർക്കത് ബോധ്യപ്പെട്ടാൽ ഈ പറയണ 50,000 നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം. അതൊക്കെ ഇല്ലേ? വണ്ടൂര് മാഡം, ഈ മരിച്ച ആളിന്റെ വിവരങ്ങളൊക്കെ ഡെത്ത് ഇൻഫോ പോർട്ടലിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്ക്. അതെ, എന്താ മരിച്ച ആളിന്റെ പേര്? കുഞ്ഞഹമ്മദ്. എന്താണ് കുഞ്ഞഹമ്മദ്? എവിടെ വീട്? അഡ്രസ്? എടപ്പാള്. എവിടെ വീട്? ചേമ്പത്തേതിൽ ഹൗസ്. ഡേറ്റ് പറയും, മരിച്ച ഡേറ്റ് പറയും. 10/1/2022. 10/1/2022. സാറേ ഉണ്ട്. ഈ ഡേറ്റിൽ ഈ അഡ്രസ്സിൽ മരിച്ചേക്കണത് കോയാണ്. ഞാനപ്പോ മരിച്ച്. മരിച്ചാളുടെ പേര് കോയല്ലേ? കുഞ്ഞഹമ്മദ്. കുഞ്ഞഹമ്മദാണല്ലേ? എന്റെ വാപ്പയാണ്. കോയ ഞാനാണേ. ഞാൻ മരിച്ചപ്പെടാൻ വന്ന് നിൽക്കില്ലല്ലോ. ഏത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്തേ. ഡെത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് തന്നേ. ഇതിലത്തെ ഏതാച്ചെടുത്തോളീ സാറൊക്കെ ഏതാ അറിയില്ല. ഇത് വീട്ടിലെ കണക്കും കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്തുണ്ടോ? ഇത് അത് ഉമ്മ ആ റങ്കുപെട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെ പാടൊക്കെ തന്നാ. ഡെത്ത് സർട്ടിഫിക്കറ്റിൽ കോയ മരിച്ചേക്കണേ. എന്തൊരു കഷ്ടം. ഞാൻ ഇവിടെ നിക്കോ സാറേ? ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് അത് ആലോചിച്ചുകൂടെ? എടോ, പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കണ മിസ്റ്റേക്ക് ആണിത്. അതപ്പോ ഞാൻ എന്താ കാട്ടാത്? അതപ്പോ കിട്ടുമ്പോ വായിച്ചു നോക്കണ്ടേ?
പോണ്ടേ? പിന്നെ 50,000 പോയോ? അല്ല, ഒരു കാര്യം ചെയ്യ്, പോയിട്ട് പേര് മാറ്റിയിട്ട് വാ. പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ഈ മരിച്ച ആളുടെ സ്ഥലത്ത് ബാപ്പാടെ പേരാക്കണം. ഇതില് ഇപ്പൊ നിങ്ങൾ മരിച്ചതായിട്ടാ ഇതിൽ കിടക്കണേ. അതെ. അപ്പൊ മരിച്ച നിങ്ങളുടെ വാപ്പല്ലേ? അപ്പൊ അവിടെ വാപ്പാടെ പേരാക്ക്. അല്ല, ഇനിയിപ്പൊ ഇത് മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാ പിന്നെ അവസാനം ഫയല് മാറി കിടക്കണ്ട. അത് മാറ്റണം പറയോ നിങ്ങള്? എന്നാ നിങ്ങള് തന്നാളി, ഞാൻ കൊണ്ടുപോയി മാറ്റിയിട്ട് കൊണ്ടുവരാ. എന്റെ കമ്പ്യൂട്ടറാ. അതെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ? അതായത് അവിടെ ചെന്നിട്ട് പറയാ, ഈ ഡെത്ത് സർട്ടിഫിക്കറ്റില് കോയാന്നാണ് എഴുതിയിരിക്കുന്നത്, അത് കുഞ്ഞഹമ്മദ് ആക്കി തരുമോന്ന് പറയാ. ഇപ്പൊ പഞ്ചായത്തിൽ ചെല്ലുമ്പോ അവര് പറയോ മരിച്ച ആളുടെ പേര് മാറ്റാൻ പറ്റൂല, ഒക്കെ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണ്ടെന്ന്? നിങ്ങൾ പോയിട്ട് അത് ശരിയായിക്കൊണ്ടോന്നേ, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഞാൻ തന്നെ അവിടെ പോയിട്ട് പറയാം, നിങ്ങള് പറഞ്ഞ മാതിരിക്ക് കിട്ടാം. ലക്ക 50,000 ഉറുപ്പിക കിട്ടാണ്ട് പറ്റൂല, അതാണ്. ഇനിയിപ്പൊ എത്ര നടക്കണം? പിന്നെ ഇതൊക്കെ മരിക്കണ തന്നെയാണ് നല്ലത്. അല്ലേ, മണ്ടോരുമാറ്റത്തിന് തോന്നണുണ്ടോ പഞ്ചായത്തിൽ പോയിട്ട് ഇയാൾ ഈ പേപ്പർ ശരിയാക്കി വരുമെന്ന് തോന്നുന്നു? കൊറേ കിടന്ന് കറങ്ങും. 50,000 വേണ്ടെന്ന് പറയും. അതെ, ചായ കുടിക്കാൻ പോലോ? സാറേ, ഇവിടെ താഴത്തേക്ക് ഇറങ്ങാൻ കോണിപ്പടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വേറെന്ത്? അല്ല, ഈ ഇതുണ്ടോ ലിസ്റ്റ്? ലിഫ്റ്റ്? അതന്നെ. ഇവിടുത്തെ ലിഫ്റ്റ് മേളിലോട്ട് പോകാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിപ്പോ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല? ഇറങ്ങുമ്പോ അത്ര വിഷയമില്ല, ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിക്കോ. അത്ര മുട്ട് വരില്ല ഇറങ്ങുമ്പോ. ഹലോ, പഞ്ചായത്ത് സെക്രട്ടറി സൂതനാണ്. ഏത് ബിൽഡിങ്? അതിന് നമ്പർ തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. അതെങ്ങനെ നമ്പർ തരിക? റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത്. അതിന് നമ്പർ തരാൻ പറ്റില്ല. നിയമം വിട്ട് ഞാൻ കളിക്കില്ല എന്ന് അറിഞ്ഞൂടെ? ആ നിയമപ്രകാരം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറയണ്ടേ. പക്ഷേ ഇതൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. ഇയാൾ നേരിട്ടിട്ട് വാ. ശരി ശരി. സാറേ, ഞാൻ മരിച്ചിട്ടില്ല. എന്ത്? ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയണേ. ഇല്ല, ഇല്ലല്ലോ. നിങ്ങൾ മരിക്കാത്തോണ്ടാണല്ലോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കണേ. അല്ലേ? അതെ. അന്നപ്പോ നിങ്ങൾ ഇവിടുന്ന് തന്നതായി കടലാസില് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിലിതാ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാ എഴുതി തന്നേക്കണം. ഇവിടുന്ന് ഇത് നോക്കി, ഇവിടുന്ന് മരണ സർട്ടിഫിക്കറ്റ് അതന്നെ.